ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ ഷിൻജാനായിട്ട് ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വരികയാണ്. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കഴിഞ്ഞ് ഗൈസ്, അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോയിട്ട് വന്നാണ്. അപ്പം നമ്മളെ ലംബോർഗിനി എടുത്തിട്ടാണ് പോയത്. എവിടേക്കാണ് ട്രിപ്പ് പോണേ? ട്രിപ്പാ അതൊന്നും വേണ്ട. എന്താണ് ട്രിപ്പ് പോവാ? ഞാൻ എല്ലാരും വിളിച്ചു വരുത്താം, നമുക്ക് ട്രിപ്പ് പോവാ. നോക്കാം. നീ എന്തായാലും വണ്ടിയിൽ ഇറങ്ങും, വണ്ടി ഒന്ന് സെറ്റാക്കട്ടെ. ട്രിപ്പ് പോയി പോകണം എന്തായാലും നല്ലൊരു ഐഡിയ ആണ്. ഇവിടെ നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. അവിടെ ഷിൻജാന ഞാൻ എന്നാലേ അവിടെ അടിയിൽ ട്രിപ്പ് പോകുമ്പോൾ എടുക്കാൻ പറ്റിയ റെൻ്റൽ കാർസ് ഒക്കെ ഉണ്ട്. ഞാൻ അതിന് ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് വരാം. നീ അപ്പത്തിന് എല്ലാവരെയും വിളിച്ച് സെറ്റാക്കിക്ക്, എന്നിട്ട് നമുക്ക് വന്നിട്ട് നേരെ ട്രിപ്പ് അങ്ങോട്ട് പോവാലോ. ഓക്കെ, നമുക്ക് 2 day ട്രിപ്പാണ്ട് എടുക്കാം. അതിന് പറ്റിയൊരു വണ്ടി തന്നെയാണ് എടുത്തിട്ട് വരാം ഗൈസ്. അടിയിലൊരു സെക്കൻഡ് ഹാൻഡ് അല്ല, റെൻ്റലിന് കൊടുക്കണ വണ്ടികളെ കട ഉണ്ട് ഗൈസ്. എനിക്ക് അറിയണ ഒരു ചേട്ടനാണ്. നമുക്ക് അവിടെ പോയാൽ ചിലപ്പോൾ ആൾ ഓഫറിനൊക്കെ വണ്ടികൾ തരും. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ കട. നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചിട്ടേ വണ്ടികളൊക്കെ ഓഫറിന് കിട്ടുമോ ചോദിച്ചേക്കാം. അവിടെ ആകെ 3 വണ്ടികളുള്ളപ്പോൾ ഇവിടെ പതിവ് കുറേ വണ്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. വെക്കേഷൻ അല്ലേ, എല്ലാവരും ട്രിപ്പ് പോകാൻ വണ്ടി എടുത്തിട്ടുണ്ടാവും. ചേട്ടാ, ഇവിടെ ഈ ഫസ്റ്റ് എടുക്കണ വണ്ടിക്ക് എത്ര റേറ്റ് ആണ് റെൻ്റലിന്? നമ്മൾ 1000 രൂപ കട കൊടുക്കണം. നീ ആയതുകൊണ്ട് നമുക്ക് ഒരു 500 രൂപ മതി. ഞാൻ പിന്നെ 2 days കൊണ്ടുപോണേ. അപ്പൊ പിന്നെ നീ ഒരു 1000 തന്നിട്ട് വണ്ടി എടുത്തോണ്ടേക്കോടാ. നമ്മള് ഇത് വലിയൊരു വണ്ടിയാണ്, നിനക്ക് മാത്രമാണ് ഞാൻ 1000 തരുന്നത് 2 day ട്രിപ്പിന്. ബാക്കിയുള്ളവരൊക്കെ 2000 വാങ്ങിക്കും. ഓക്കെ 1000 രൂപ ഞാൻ ഗൂഗിൾ പേ തന്നിട്ടുണ്ട്, നോക്കിയൊക്കെ. ഓക്കെടാ, ഗൂഗിൾ പേ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഈ ഫസ്റ്റ് എടുക്കണ വണ്ടി തന്നെ എടുത്തിട്ട് പോവാം. ഇതാണെന്നുണ്ട് ബാക്കിൽ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും ആരുടെ ഡ്രസ്സും പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിൽ കൊണ്ടുപോയി വെക്കാം. ഓക്കെ ചേട്ടാ, എന്നാൽ ഞാൻ ഈ വണ്ടി എടുത്താണ്ട് പോവാണ്. ഓക്കെടാ, നീ സൂക്ഷിച്ച് കണ്ടൊക്കെ പോകണം. 2 day ട്രിപ്പ് അല്ലേ നീ പോണേ? ഓക്കെ, 2 day കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ ചേട്ടന്ന് മാറി ഞാൻ വണ്ടി എടുത്ത് പോട്ടെ. ഓടോടോ, നീ വണ്ടി എടുത്ത് വെക്കോ ഗൈസ്. നമ്മളങ്ങനെ വലിയൊരു വണ്ടി തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ചേട്ടനൊക്കെ ഇവിടെ തന്നെ വന്നിക്കണം. പിന്നെ ഈ വണ്ടി അത്യാവശ്യം ഓഫ് റോഡൊക്കെ കയറും. നമ്മൾ ഓഫ് റോഡ് ട്രിപ്പാണ് പോകാൻ നോക്കണത്. ഈ വണ്ടിക്ക് അത്യാവശ്യം വലിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടേ നമ്മളെ വീടിൻ്റെ കയറ്റം കയറ്റി നോക്കിയൊക്കെ കയറുമെന്ന്. ഓക്കെ ഗൈസ്, ഒറ്റടിക്ക് കുഴപ്പമില്ലാണ്ട് കയറി സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും കയറി ഗൈസ്. ഈ വണ്ടി ഒരു പുലി തന്നെയല്ലോ, നമുക്ക് പറ്റിയ വണ്ടി തന്നെ. നമുക്ക് എല്ലാവരും വിളിച്ചെടുത്തിട്ടുണ്ടാവുമായിരിക്കും. നമുക്ക് വണ്ടി ഇതേ കൂടെ കൊണ്ടുപോയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയിടാം വണ്ടി. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും കയറ്റിയിട്ട് ട്രിപ്പാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ആടാ, നമ്മളൊക്കെ ക്യാഷ് പിന്നുള്ളതുകൊണ്ട് നിങ്ങളൊക്കെ എല്ലാവരും എടുക്കുക വിചാരിച്ചു. നിങ്ങളെല്ലാവരും ചിലവ് ഞാൻ ഏറ്റെടുത്ത്, അത്ര ഉള്ളോ? ആടാ, എല്ലാവരും ആരെല്ലാം വെച്ചാൽ എവിടെ വെച്ചാൽ കയറിയിരിക്ക്. വേഗം നമുക്ക് ട്രിപ്പാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ 2 day ട്രിപ്പാണ്, എല്ലാവരും ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടില്ലേ? വണ്ടിയുടെ ബാക്കിൽ ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഫസ്റ്റ് നമുക്ക് മൗണ്ട് ചില്ലാടിൻ്റെ മേലോട്ട് പോവാം. എന്നിട്ട് ഞാൻ ഒരു സ്ഥലത്ത് നമ്മൾ ക്യാമ്പ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടേക്ക് ലാസ്റ്റ് പോവാം. വഴി തെറ്റി, ഈ വഴിയല്ലേ, നമുക്ക് അങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് എത്തിച്ചു വിടാം. ഇവിടെ വണ്ടി ഓടിക്കാൻ അറിയാമെന്നല്ല, ഇത് വലിയ ടയർ ആയതുകൊണ്ടേ വണ്ടി തീരെ കൺട്രോൾ കിട്ടിയില്ല ഇറക്കത്തുനിന്ന്. അന്ന് സീനില്ല, വണ്ടി ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ടേ വല്ലാണ്ടൊന്നും പറ്റില്ല. നീ വേഗം വണ്ടി എടുക്ക്. മൈക്കിളെ മധുര പാട്ട് പാടി. നമുക്ക് ഇനി കുറച്ചേരം ഫുഡ് കഴിക്കാം. രാവിലെ ഒന്നും കഴിച്ചില്ല. എല്ലാവരും ഇറങ്ങ്, വണ്ടി ഇവിടെ നിർത്താം. എല്ലാവർക്കും നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടങ്ങാം. എല്ലാവരും ഇറങ്ങ്, നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, എല്ലാവരും ഫുഡൊക്കെ വെച്ച് വയറൊക്കെ ഫുള്ളാക്കിയില്ല. ഇനി എല്ലാവരും വണ്ടി വന്ന് കയറി. എടാ, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഹോട്ടലില്ല, ഇവിടുന്ന് കിട്ടിയത് എന്നിട്ട് പോവാ വിചാരിച്ചിട്ട് എങ്ങോട്ടേക്ക് വന്നത്. എല്ലാവരും കയറിക്കോ, നമുക്ക് ഞാൻ തിരിച്ച് പോവാ. മൗണ്ട് ചില്ലാടിലോട്ട് പോകാനുള്ള വഴി എത്താനായിട്ടുണ്ട്. അപ്പം മരൊക്കെ എവിടെയൊക്കെ ഇട്ട് ഓടിക്കണ്. എന്തായാലും ആവട്ടെ, നമ്മുടെ വണ്ടിക്ക് ഒന്നും പറ്റില്ല. നമുക്ക് നേരെ പോവാം മൗണ്ട് ചില്ലാടിലോട്ട്. അവിടെ പെട്രോൾ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് പെട്രോൾ അടിക്കണം ഗൈസ്. പെട്രോൾ കുറവാണ്. നമുക്ക് പോണൊക്കെ എവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് അടിച്ചിട്ട് പോവാം. എൻ്റെ മൈക്കളെ, ഇനി പാട്ട് പാടില്ലട്ടാ. ഇനി വേറെ ആരെങ്കിലും പാട്ട് പാടാ.
എന്നാ പാട്ട് പാട്. പച്ച പാരിസ്കാരി പച്ച മലയാളി പുഷ മോന്തലാളി മദ്യം മദിരാശി വായെടുത്താൽ വയാടി. നിർത്തി എന്ത് പോവാം എന്റെ എന്നോടൊന്നും പാടിയ പാട്ട് പാടണേ. നമുക്ക് അവിടെ എത്തണ വരെ ഇങ്ങനെ ഇരിക്കാം. ഓക്കെ ഫ്രണ്ടിലേക്കാ ഞാൻ പാട്ട് പാടുന്നില്ല. ഫ്രണ്ടിലേക്ക് ഇവിടെ സ്റ്റേഷൻ ആടെ കണ്ട് നമുക്ക് ഇവിടുന്ന് എന്താ പെട്രോൾ അടിച്ചിട്ട് നേരെ പോവാ. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ള മൗണ്ടിലോട്ട്. ഇവിടെ ആരുമില്ലേ? ആരിലുണ്ടോ ഇവിടെ? നമുക്ക് എന്തായാലും പെട്രോൾ അടിച്ചിട്ട് കാണാം ഗൈസ്. ഇവിടെ ചെങ്ങനെ കാണാമല്ലോ. അല്ല മക്കളെ, നിങ്ങൾ എത്ര നേരം വീഡിയോ കണ്ടിട്ടേ ഒരു ലൈക്ക് അടിച്ച അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ എല്ലാവരും ലൈക്കും കൂടെ അടിക്ക്. എന്നാലേ നമ്മൾ എന്ത് ചങ്ങായിമാരാണെങ്കിൽ സബ്സ്ക്രൈബിലേക്കൊക്കെ ചെയ്യണ്ടേ. അതന്നെ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബിലേക്കൊക്കെ ചെയ്യണ്ടേ. നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. നിങ്ങൾ സബ്സ്ക്രൈബിലേക്ക് ചെയ്തില്ല ചെയ്യട്ടാ. ഗൈസ് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. മൗണ്ടിലാറിന്റെ വഴിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും എണിക്കുക. ഇവിടെയൊക്കെ ഭയങ്കര ഉറക്കാണ് ഗൈസ്. വണ്ടി അവിടെ ഗൈസ് വണ്ടി പറഞ്ഞ എല്ലാവരും ചാടി ഇറങ്ങിക്കോ. ഫ്രാങ്ക്ലിനെ നീ വണ്ടി നോക്കുമായിരിക്കും. രണ്ടാമത്തെ പ്രാവശ്യം അറിയാൻ പോണത് നമുക്കൊന്നും പറ്റിയല്ലോ. അപ്പത്തിനും എല്ലാരും വന്നിട്ട് നമ്മളെ വണ്ടി പൊന്തിച്ച് വെച്ചെന്നില്ലേ. വരില്ല. അത് ശരിയാണ്. നമ്മളിത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് നേരെ ഇനി മൗണ്ടിലാറിന്റെ മേലോട്ട് പോവാം. ഇവിടെ വന്ന് എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ട് പോവാം. നല്ലൊരു വൈബ്. ഓക്കെ, നമുക്ക് നേരെ ഇനി മൗണ്ടിലാറിന്റെ മേലോട്ട് പോവാം. എല്ലാവരും പിടിച്ചിരുന്നോ. ഇനി ഇവിടുന്ന് കുറച്ചാണ്ട് ഓഫ് റോഡാണ്. അവിടെ അടിക്കൊന്ന് നോക്കിയത് അടിയത്തെ കാഴ്ചകളൊക്കെ നോക്കണ്ടേ. നമ്മളെപ്പോഴും ഇങ്ങനെ മേലോട്ട് നോക്കിയിരുന്നാൽ ശരിയാവില്ലല്ലോ. നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഇവിടുന്ന് അത്യാവശ്യം ഓടാണ്ട് അങ്ങോട്ട് ഗൈസ്. നമ്മളങ്ങനെ മൗണ്ടിലാറിന്റെ ടോപ്പിലോട്ട് എത്താനായിട്ടുണ്ട്. അത്യാവശ്യം ഓടാണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ പോലെ നല്ല നമ്മൾ കുറെ നേരം ഇങ്ങോട്ട് കയറി തുടങ്ങിയിട്ട്. ഇവിടെ എത്താനായടാ. നോക്ക്, നമ്മൾ എത്താനായിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് എത്താനായിട്ടുണ്ട്. ഇനി ഈ ഒരു വിളവും കൂടി കഴിഞ്ഞാൽ നമ്മൾ എത്തി. എത്തി നോക്കിക്കോ. എത്തിയടാ, നോക്ക് എത്തി കണ്ട. ഇതാ ഗൈസ് നമ്മൾ മൗണ്ടിലാറിന്റെ മേലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ആ സൈഡിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം നമുക്ക് ഇനി ഇവിടെ നിന്ന് ചില്ല് ചെയ്യാം. വണ്ടി വിടുന്നുണ്ട്. ഇവിടെ വേറെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇറങ്ങി. നമുക്ക് ഇനി കുറച്ച് നേരമൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടി നടക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഇവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് ചില്ല് ചെയ്യാം. വൈകുന്നേരമായ എന്നാ വണ്ടി വന്ന് കയറി നമുക്ക് നമ്മളെ റിസോർട്ടിലേക്ക് പോവാം. റിസോർട്ടല്ലേ നമ്മൾ ബുക്ക് ചെയ്ത റൂമിലോട്ട് പോവാം. എല്ലാവരും കയറിയില്ലേ? നമുക്ക് നേരെ ഞാൻ അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. നമുക്ക് ഞാൻ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ട്. എല്ലാരും പിടിച്ചിരുന്നോ? ഇതാണ് നമ്മൾ ഷോർട്ട് കട്ട്. ഗൈസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടിന്റെ അവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ മൈക്കിൾ എല്ലാരും എണിക്കടാ. ഗൈസ് അവിടുന്ന് ചാടിയോടുകൂടി ഇവന്മാരൊക്കെ ബോധം കെട്ട് വീണ്. നമ്മളെ വണ്ടി ബുള്ളറ്റ് പ്രൂഫാണേ, ഒന്നും പറ്റില്ല. എന്നിട്ട് ഇവന്മാർ ഭയങ്കര പേടി. ഇപ്പോഴാണ് ഇവരെല്ലാവരും എണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മളെ റിസോർട്ട്. പൊളിച്ച്. ഇതാണ് എൻ്റെ പ്രശ്നം. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചാൽ ഇപ്പോൾ കൊടുക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് തൊടാണ്ടിരിക്കാൻ നല്ലേ. ഇവിടെ നിന്ന് ട്രാക്ടറൊക്കെ പോകുന്നുണ്ടല്ലോ. ഓക്കെ, ഈ ഒരു ഇതിലാണ് നമ്മളെ വണ്ടി ഇടാനുള്ള പെർമിഷൻ തന്നിട്ടുള്ളത്. പിന്നെ ഏതാണ് ആ വീട് ആ ഭാഗത്തുള്ള തോന്നുന്നു നമ്മളെ റിസോർട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഉണ്ട് ഇടാം. എടാ എല്ലാവരും ഇറങ്ങാടാ. എല്ലാവരും എണീച്ചാൽ മതി. ഇനി ഇവിടുന്ന് ചാടിപ്പിക്കണമൊന്നുമില്ല. വണ്ടി ഇത്ര നേരം ഇടിച്ചിട്ട് ആ ബമ്പർ മാത്രമേ ഇട്ടാ ഒന്ന് ഇളകിയിട്ടുള്ളൂ. അയാൾ കൊടുക്കുമ്പോൾ ശരിയായിട്ട് കൊടുക്കുക. ഇവിടെ എല്ലാവരും ഇറങ്ങി. ഇവിടെ ഒരു കുളം ഉണ്ട് അടിയിൽ. നമുക്ക് അവിടേക്ക് പോയിട്ടൊക്കെ ഒന്ന് നീന്തി കുളിച്ചിട്ടൊക്കെ വരാം. ആടെ അതിൻ്റെ കൂടെ വായോ. നമുക്ക് ആ ബോട്ട് പിടിക്കാം. ആ ബോട്ട് കയറിയിട്ട് ഇതിനെ മേലേക്ക് പോകാൻ അങ്ങനെ ഒരു വഴിയുണ്ട്. അവിടേക്ക് പോവാം. വല്ലാണ്ട് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇറങ്ങിപ്പോയി കയറാൻ പറ്റുന്നില്ല കേസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ആ ബോട്ട് എടുത്തിട്ട് നേരെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ വഴിയുണ്ട്. ആ വഴി പോയി നിർത്തിയിട്ട് നേരെ മേലെ കയറാം. എന്നാലും നമുക്ക് റിസോർട്ടിൽ കയറി ഇരുന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നാളെ രാവിലെ ഇവിടുന്ന് പുറപ്പെടാം. എടാ വരിയില്ല നിങ്ങളെല്ലാവരും. വാ എല്ലാവരും വാ. എന്താണ്ടാ നീന്തിയിട്ട് എത്തുന്നില്ലല്ലോ. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. പിടിച്ച് കയറിക്കോ. ഇവിടെ എല്ലാവരും വാ. കയറി ഷിഞ്ചാനെ മേം വന്ന് കയറാ. തണുപ്പ് പിടിച്ച് ഒന്നും ആവണ്ട. ഇതിനുള്ളിൽ കുറേ മീനൊക്കെ ഉണ്ടല്ലോ. അതപ്പോൾ നമുക്ക് നോക്കണ്ട. നമുക്ക് ബോട്ട് എടുക്കാം, അവിടെ കൊണ്ടുപോയിടാം. അല്ലാണ്ട് നമ്മൾ ഇതിനൊന്നും ഒന്നും എടുക്കുന്നില്ല. നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടിട്ട് വരും. അത്ര ഉള്ളൂ. അല്ലാണ്ട് ഇവിടുന്ന് കയറാനുള്ള വഴിയൊന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മളിവിടെ കയറിയിട്ടുണ്ട്. ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട്. എന്തേലും മൈക്കിളവിടെ കാട്ടുന്നു. അതാണ് ഗൈസ് അവിടെ ഷിഞ്ചാന മറ്റൊന്നും നിൽക്കുന്നില്ലേ. ഇതാണ് നമ്മളെ റിസോർട്ട്. അപ്പോൾ ഇവിടെ അവരെന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറട്ടെ. എടാ നിങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിക്കോട്ടെ. ഞാൻ ഇപ്പോൾ വരാം. വീഡിയോയുടെ എൻഡിങ് ഒക്കെ പറഞ്ഞിട്ട് വരാം. ഇതെന്താ ഇവിടെ ഇവർ ഓടി കളിക്കണം ഗൈസ്. ഇതെന്ത് ഓടിപ്പിടുത്തം കളിക്കും ഇവർ. എന്തായാലും കളിക്കട്ടെ ഇവിടെ. ഓക്കെ, ഇപ്പോൾ ഇതുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ചെറിയൊരു ട്രിപ്പ് കൂടിയായിരുന്നു ഗൈസ്. നമ്മൾ വല്ലാണ്ടൊന്നും ട്രിപ്പ് ഇതാക്കിയില്ല. നിങ്ങൾ നെക്സ്റ്റ് ഏതെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, നമ്മൾ അവിടേക്കൊക്കെ പോയി പവർ ആക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. വാടാ നമുക്ക് അകത്ത് പോയിട്ടേ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കിടക്കട്ടെ ഗൈസ്. ഓക്കെ ബൈ.